നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പാലക്കാട് ജനങ്ങളാണ് ജനം. അതായത് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കും. ഈ ചിരി എന്ന് പറയുന്നത് പാലക്കാട് ജനങ്ങളുടെ ചില അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ള ചിരിയാണ് കേട്ടോ. അത് നിങ്ങളെയും കേൾപ്പിക്കാം. അതായത് പാലക്കാടുകാരോട് ചോദിക്കാൻ ഇപ്പോൾ പ്രധാനമായും മാധ്യമങ്ങൾക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം വരുമോ? രാഹുൽ മാങ്കൂട്ടം വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? രാഹുൽ മാങ്കൂട്ടം എത്തുമോ 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 എന്ന് ഇത് മാത്രമേ മാറി മാറി ഓരോ ചാനലുകാരും ചോദിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം വരാൻ പോകുന്ന രണ്ടാമത്തെ ബൂത്തിന്റെ വെളിയിലാണ് ഈ ചോദ്യോത്തരം നടക്കുന്നത് കേട്ടോ. അതിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർ കൃത്യമായി ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി കൊടുക്കാൻ നിരവധി ആളുകളുണ്ട്. അതായത് ചിലർ പറയുന്നുണ്ട്, ഈ വിഷയം മാത്രമല്ല, ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ വിഷയം മാത്രമല്ല, നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന രാവിലെ 5 മണി മുതൽ തുടങ്ങിയതല്ലേ, നിങ്ങൾ റീച്ച് കിട്ടാൻ വേണ്ടി ഈ കിടന്ന് കാണിക്കുന്നതൊന്നും അത്ര ശരിയല്ല. ഈ നാട്ടിൽ മറ്റ് വളരെ പ്രധാനപ്പെട്ട അനവധി ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് ചർച്ച ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്, നിങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല ചിലർ പറയുന്നു, നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. മറ്റു ചിലർ പറയുന്നു, രാഹുൽ മാങ്കൂട്ടം വരട്ടെ, ആരാണ് തടയുന്നത് കാണാം, കാരണം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടം വരട്ടെ, അദ്ദേഹം വോട്ട് ചെയ്യട്ടെ, അദ്ദേഹം വോട്ട് ചെയ്യണം. പക്ഷെ കോൺഗ്രസിന് അദ്ദേഹം കുത്തില്ല. കാരണം കോൺഗ്രസ് അദ്ദേഹം ഒരു പടുകുഴിയിൽ വീണ് കിടന്നപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് എടുത്തിട്ട് ഒടിച്ച് ആ കുഴിയിലേക്ക് കുറച്ച് മണ്ണ് വാരിക്കൂടി ഇട്ട ടീമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കുത്തില്ല. പകരം കുത്തുന്നത് അദ്ദേഹം വേറെ ആളുകൾക്കായിരിക്കും, സ്വതന്ത്രനായിരിക്കും ഒരുപക്ഷെ കുത്താൻ പോകുന്നതാണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം വരണം, അദ്ദേഹം വോട്ട് ചെയ്യണം എന്നാണ് ചിലർ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അദ്ദേഹം വരണം, അദ്ദേഹത്തിന്റെ സമ്മതിദായ അവകാശം അദ്ദേഹം വിനിയോഗിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, മറ്റെല്ലാവരും വരേണ്ടതുണ്ട് എന്നാണ് പാലക്കാട്ടെ ജനം പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു വിഷയത്തിന് 2 വശമുണ്ടല്ലോ, ശരിയും തെറ്റുമുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ ഭാഗം മാത്രമല്ല കേട്ടുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കൂടി കേൾക്കാം. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചല്ലോ, അദ്ദേഹത്തിന് 15-ാം തീയതി വരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ലോ. അപ്പോൾ അദ്ദേഹം വരട്ടെ, അദ്ദേഹം വോട്ട് ചെയ്യണം, വരണം, വന്ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ബാക്കി പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വന്നാൽ ആരും തന്നെ തടയാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും 100% അദ്ദേഹം വരും. അദ്ദേഹം 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഏതെങ്കിലും ഒരു സമയം അദ്ദേഹം എത്തിയിരിക്കും. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം നടത്തും. മാത്രമല്ല ഈ ഒരു ബൂത്തിന്റെ പരിസരത്ത് അദ്ദേഹം കൃത്യമായി തന്നെ പ്രചരണത്തിനും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ അടക്കമുള്ളവർ പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട്, കുറെ നാളായില്ലേ അദ്ദേഹം മുങ്ങിയിട്ട്, അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണാൻ കൊതിയാകുന്നു, അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാണാൻ കൊതിയാ, ഞങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ അദ്ദേഹം എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ആ പാലക്കാട്ടുകാരുടെ ജനങ്ങളുടെ ചെറിയ 1-2 അഭിപ്രായം നമുക്കൊന്ന് കേട്ടുവരാം. വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം MLA കുറേ ദിവസമായില്ലേ മുങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ മുഖം ഒന്ന് കാണണമല്ലോ നമുക്ക്. അതുകൊണ്ട് ഞങ്ങളും ഇവിടെ വെയിറ്റിംഗ് ആണ്. മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ വോട്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു അവകാശമല്ലേ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ വന്നോട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ജാമ്യം കിട്ടിയില്ലേ. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയട്ടെ, നോക്കാം. അപ്പോൾ 2 പക്ഷത്തും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഷുവർലി, കാരണം ഇവിടെയാണല്ലോ വോട്ട്, വേറെ എവിടെ ഇല്ല. ഈ വാർഡിലാണ്, ഈ 2ാം ബൂത്തിലാണ് ഇവിടെ വോട്ട് ഉള്ളത്. അതുകൊണ്ട് വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. വരും, ഷുവറായിട്ട് വരും. വരിക മാത്രമല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. കാരണം കോൺഗ്രസിൽ നിന്ന് MLA ആയെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു MLA ആണ്, മനസ്സിലായില്ലേ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കുറേ കോൺഗ്രസ്സുകാരുണ്ട്. അതിനെതിരെയായിട്ടാണ് ഇത്തവണത്തെ പുള്ളിക്കാരൻ്റെ വോട്ട്.